ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം. നരച്ചുമുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഹെന്നയും ഡൈയും ഒക്കെ വാങ്ങി തേക്കാറുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും പിന്നീട് നമുക്ക് പെട്ടെന്ന് തന്നെ വെളുത്ത് വരും അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുടി വളരാനും മുടി കറുക്കാനും ഒക്കെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പേരയിലയും അതുപോലെ തന്നെ കറ്റാർവാഴയും കൊണ്ടാണ്. അപ്പോൾ ഇത് രണ്ടും നല്ലൊരു കോംബോയാണ് നമ്മളുടെ മുടിക്ക്. അപ്പോൾ കറ്റാർവാഴ ജെല്ല് നമുക്കറിയാം വെറുതെ തന്നെ നമ്മളുടെ മുടിയിലൊക്കെ തേക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഡൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുടി ഇതുപോലെ തന്നെ നല്ല കറുപ്പായിട്ട് തന്നെ നമുക്ക് വരികയും ചെയ്യും. അതുപോലെ തന്നെ കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് മുടിയിലൊക്കെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവേ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഏകദേശം 1 മണിക്കൂർ ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മുടി ഇതുപോലെ തന്നെ കറുത്ത് വരികയും അതുപോലെ തന്നെ കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ മുടിക്കാണെങ്കിലും ഒന്നും സംഭവിക്കത്തുമില്ല. അതുപോലെ തന്നെ പേരയിലയുടെ ജ്യൂസും നമ്മളുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടിയിലെ താരനും അഴുക്കുമൊക്കെ പോകാനൊക്കെ നല്ലതാണ്. മുടി ഇതുപോലെ തന്നെ തിക്കായിട്ട് വളരാനും മുടിക്ക് നീട്ടം വെക്കാനും ഒക്കെ പേരയില ജ്യൂസ് ഇട്ട് വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഡൈ മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ജ്യൂസും വളരെ നല്ലതാണ് നമ്മളുടെ മുടിക്ക്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ നല്ല ഇല ഫ്രഷ് ഇല നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പേരയില നമുക്ക് എടുക്കുമ്പം. അപ്പോൾ അത് ഞാൻ നല്ല ഇല നോക്കിയെടുക്കുന്നുണ്ട്. അപ്പം പേരയില ഇട്ട് മുടി വാഷ് ചെയ്താൽ നമ്മളുടെ മുടിക്ക് നല്ലൊരു തിക്നെസ്സും അതുപോലെ തന്നെ നമ്മളുടെ മുടി തലയിലെ താരൻ പോകാനും അഴുക്ക് പോകാനൊക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ എത്രയാണ് നമുക്ക് ഡൈ ഉണ്ടാക്കാവുന്ന അത്രയും എല്ലാം നോക്കി നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു 5-8 ഇല ഞാൻ നല്ല കിളുന്നല നോക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ്. അപ്പോൾ കറ്റാർവാഴയും നല്ലതാണ്. അപ്പോൾ ഇത്രയും ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനൊപ്പം തന്നെ നമുക്കിത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ നമുക്കെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ചെടിച്ചട്ടിയിലും മണ്ണിലും ഒക്കെ നട്ട് വളർത്തിയാൽ ഇഷ്ടം പോലെ തന്നെ തഴച്ച് വളരുന്നതാണ് കറ്റാർവാഴ. കറ്റാർവാഴയുടെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല. നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മളുടെ മുടിക്കുമൊക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ജെല്ല് മാത്രം ഇട്ട് നമുക്ക് വീക്ക്ലി 1-2 പ്രാവശ്യം മുടി വാഷൊക്കെ ചെയ്താൽ മുടിയിലെ താരനും അതുപോലെ മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ജെല്ലുള്ള ഒരു തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പം മുടിക്കായാലും ഫേസ് പാക്കിനായാലും ഇതെടുക്കുമ്പോൾ ഒരു മഞ്ഞ ഒരു കറ കാണുമല്ലോ. അപ്പോൾ അതൊന്ന് നമുക്കിത് ഇതുപോലെ ഒന്ന് ഒരു പാത്രത്തിൽ ചരിച്ച് വെച്ചാൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ നമ്മളുടെ ഇലയൊക്കെ തന്നെ ഞാൻ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്തുപയോഗത്തിനാണെങ്കിലും ഇല എടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ചെറിയ പ്രാണികളൊക്കെ വന്നിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം, നല്ലപോലെ തന്നെ വാഷ് ചെയ്തെടുക്കണം. അതിൻ്റെ ആ മഞ്ഞക്കറയൊക്കെ പോയിട്ടുണ്ട് നമ്മളുടെ കറ്റാർവാഴയില. ഇതാണ് ആ കറ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കറ പോകാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ജെല്ലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ നല്ലപോലെ കളഞ്ഞിട്ട് ജെല്ല് മാത്രമാണ് എടുക്കാവുന്നത്. അപ്പോൾ ഈ ജെല്ല് മാത്രം ഇട്ട് മിക്സിയിൽ നിന്ന് വേപ്പിലേക്ക് അടിച്ച് നമ്മളുടെ മുടിയിലൊക്കെ ഷാമ്പു പോലെ പുരട്ടി കൊടുത്താൽ നല്ലതാണ്. ഷാമ്പുവിനെക്കാട്ടി ഏറ്റവും നല്ലതാണ്. കാരണം കെമിക്കലൊന്നും അതിൽ വരുന്നില്ല. അപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ വീക്കിൽ കഴുകിയാലും മുടി നല്ല തഴച്ച് വളരാനൊക്കെ ഉപകരിക്കുന്നതാണ് കറ്റാർവാഴ. അപ്പോൾ നമ്മളുടെ ജെല്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്പൂൺ വെച്ചത് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണ് നമ്മൾ ഡൈ ഉണ്ടാക്കാവുന്ന അത്രയും നല്ല കട്ടിക്ക് വേണം നമുക്ക് ജെല്ലെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ ജെല്ലുള്ള ഒരു തണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. ഒരു തണ്ടെങ്കിലും നട്ട് വളർത്തിയാലും നമ്മളുടെ മുടിക്ക് ഡൈ ഉണ്ടാക്കാനും നമ്മളുടെ മുടി വാഷ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതാണ് കറ്റാർവാഴ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. നമ്മളുടെ പേരയിലയും ചേർത്ത് അപ്പോൾ പേരയില വാഷ് ചെയ്ത് കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് അടിക്കുന്നത് നമുക്ക് കട്ടൻ ചായയിലാണ് നമുക്ക് അടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അത് 1/2 ഗ്ലാസ്സാക്കി മാറ്റിയതാണ് തേയിലപ്പൊടി ഇട്ട്. അതുകൂടെ ചേർത്ത് ഒത്തിരിയൊന്നും ഒഴിക്കേണ്ട, ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം അരയാൻ മാത്രം ഒഴിച്ച് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് എത്ര അരഞ്ഞു വന്നാലും നമുക്കറിയാം പേരയിൽ നല്ല നാരുള്ളത് കൊണ്ട് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണേ. അപ്പോൾ ആ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നല്ലപോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ആ ജ്യൂസ് മാത്രമാണ് നമ്മുടെ ഡൈ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പം നമുക്ക് ഡൈ ഉണ്ടാക്കില്ലെങ്കിലും ഈ ജ്യൂസ് മാത്രം ഇട്ട് നമ്മളുടെ മുടിയിലൊക്കെ വാഷ് ചെയ്താൽ അത്രയും നല്ലതാണ്. താരനും അഴുക്കും എല്ലാം പോകാനും ചൊറിച്ചിലും ഒക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളിൽ പോലും ഇപ്പം നര കാണും, അകാല നരയൊക്കെ കാണും അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനൊക്കെ ഈ പേരയില ജ്യൂസ് വളരെയധികം നല്ലതാണ്.
അപ്പോൾ നമുക്ക് ചിലവർ പണ്ട് തൊട്ട് തന്നെ തേക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ തേക്കുന്നവരിൽ അധിക പേരിലും നര അധികം കാണാറുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. നീലയാമരി പൗഡർ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നെല്ലിക്കാപ്പൊടിയാണ് അതേ അളവിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണേ. അപ്പം നമുക്കറിയാം നീലയാമരിയും നെല്ലിക്കാപ്പൊടിയൊക്കെ നല്ലതാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് നെല്ലിക്കാപ്പൊടി ഇല്ലെങ്കിൽ നമ്മളിത് അരക്കുമ്പോൾ നെല്ലിക്ക ഇട്ട് കൊടുത്താലും മതിയേ. അപ്പോൾ നമ്മളുടെ ഹെയറിനനുസരിച്ച് ഈ പൊടികളൊക്കെ എടുക്കുക. അതിനുശേഷം കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ജ്യൂസ്, പേരയില ജ്യൂസ് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. എല്ലാം ഒന്ന് ഒഴിച്ച് വെള്ളം പോലെ ഒന്നും ആകരുത്. ഓരോ ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് തിക്കായിട്ട് തന്നെ ഇരിക്കണേ. അപ്പോൾ നമ്മളുടെ ഒത്തിരി വെള്ളം കൂടിയാലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചിറങ്ങിപ്പോവും. അപ്പം അതുകൊണ്ടാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവാക്കി എടുക്കണം. അപ്പോൾ നമ്മളുടെ ഡൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം തന്നെ അല്ല നമുക്ക് തേക്കേണ്ടത്. നമുക്ക് ഇപ്പോൾ ഈ ഒരു വൈകുന്നേരമൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മൾ ഡൈ റെഡിയാവും. ബാക്കിയുള്ള ജ്യൂസ് നമുക്ക് തല വാഷ് ചെയ്യാനൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലെ ആകുമ്പോൾ നമുക്ക് നോക്കാം. നല്ലപോലെ തന്നെ കറുത്ത് വരുവേ. അപ്പോൾ അത് നോക്കിയപ്പോൾ നല്ല ബ്ലാക്ക് കളറിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മളുടെ ഡൈ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ പേരയിലയും അതുപോലെ കറ്റാർവാഴയും കൊണ്ടുണ്ടാക്കിയ ഒരു കെമിക്കലും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ തന്നെ നമ്മളുടെ മുടിയൊക്കെ അപ്ലൈ ചെയ്യാനും നമ്മളുടെ നരച്ച മുടി ഒക്കെ നമുക്ക് കറുത്ത് കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് തേക്കേണ്ടത് വേറൊരു ബൗളിൽ അത്യാവശ്യം എടുത്തിട്ട് ഒരു ബ്രഷ് വെച്ച് നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്ത്, ഒത്തിരി തിക്കാണെങ്കിൽ നമുക്ക് ആ ജ്യൂസ് കുറച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് ഇതുപോലെയുള്ള നരയുള്ള ഹെയറിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത്യാവശ്യം തന്നെ നരയുള്ളൊരു ഹെയറിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മളുടെ മുടിയിൽ എല്ലാ ഭാഗത്തും ഇറങ്ങിച്ചെന്ന് പിടിച്ചോളും. അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ ഇപ്പം അച്ഛൻ്റെയാണ് ഹെയറിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നരയൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ ശേഷം വാഷ് ചെയ്യാനായിട്ട് ഷാമ്പൂ ഒന്നും ഇടേണ്ട കാര്യമില്ല. ബാക്കിയുള്ള പേരയില ജ്യൂസ് കുറച്ച് വെള്ളത്തിൽ, കാരണം നമ്മളുടെ മുടിയെല്ലാം വാഷ് ചെയ്യണമല്ലോ. അപ്പോൾ അത്രയും വെള്ളം എടുത്തിട്ട് ആ പേരയില ജ്യൂസ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറ്റാർവാഴ കൂടെ ചേർന്നുകൊണ്ട് നല്ലതാണ്, നല്ല എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ചെറിയൊരു ബോട്ടിൽ ഇതുപോലെ എടുത്ത് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. മുടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കുളിക്കുന്ന മുമ്പ് സ്പ്രേ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അത് നമ്മൾ വാഷ് ചെയ്ത ശേഷം മുടിയെല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പം ബ്ലാക്ക് മുടി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. അലോവേര കൊണ്ടുള്ള എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് വളരെയധികം മുടിക്ക് നല്ലതാണ്. മുടി വളരാനും മുടിയിൽ താരം പോകാനും അഴുക്ക് പോകാനും മുടി കൊഴിച്ചിൽ നിൽക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അലോവേര എണ്ണ. അപ്പോൾ അത് നല്ല ജെല്ലുള്ള ഒരു തണ്ട് നോക്കി മുറിച്ചെടുത്ത ശേഷം നമുക്ക് ആ മഞ്ഞ കറയൊക്കെ ഒന്ന് കളയാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ അതിനുശേഷം ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം. നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, മില്ലിലാട്ടി എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരച്ച പേസ്റ്റ് കൂടെ എണ്ണ ചൂടായ ശേഷം ഒഴിച്ച ശേഷം നമുക്കിതുപോലെ നല്ലപോലെ ഒന്ന് കാച്ചിയെടുക്കണം കേട്ടോ. ഒത്തിരി കരിഞ്ഞു പോകരുത്. ഇപ്പോൾ നമ്മളുടെ എണ്ണയൊക്കെ റെഡിയായി. അപ്പോൾ അലോവേര എണ്ണ വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാ. അപ്പോൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. മുടിക്ക് വളരെയധികം നല്ലതാണ് ഈ അലോവേര എണ്ണ. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അലോവേര എണ്ണ മാത്രമല്ല, നമുക്ക് കേശവർദ്ധിനി എണ്ണയും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മളുടെ മുടി വളരാനൊക്കെ ഏറ്റവും നല്ലതാണ്, താരം പോകാനൊക്കെ. അപ്പോൾ ഈ എണ്ണ വേണ്ടവരും നമുക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ വീട്ടിലുണ്ടായ നാടൻ വേപ്പില കൊണ്ട് നമ്മൾ എണ്ണ കാച്ചി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 എണ്ണയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്